മരണ ഗ്രൂപ്പിലെ കരുത്തരുടെ അംഗത്തിൽ അനായാസം ജയിച്ചു കയറി സ്പെയിൻ. ബെർലിനിൽ അരങ്ങേറിയ യൂറോ കപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ ക്രൊയേഷ്യയെ സ്പാനിഷ് ചെമ്പട വീഴ്ത്തിയത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ടൂർണമെൻറ്റിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ചാർജാകാൻ സ്പെയിനിനായി. 29-ാം മിനിറ്റിൽ ക്രൊയേഷ്യൻ ഗോൾ പോസ്റ്റിൽ പന്തെത്തിച്ച് അൽവാരോ മൊറാട്ടോ കാളക്കൂറ്റന്മാർക്ക് ലീഡ് സമ്മാനിച്ചു. ഫാബിയൻ റൂയിസ് ഒരുക്കിയ അവസരമാണ് മൊറാട്ട ലക്ഷ്യത്തിലെത്തിച്ചത്. ഒരു ഗോൾ വഴങ്ങിയതിൽ ഞെട്ടൽ മുൻപേ ക്രൊയേഷ്യൻ ഗോൾ വല വീണ്ടും കുലുങ്ങി. ഇത്തവണ ഫാബിയൻ റൂയിസ് ഗോൾ സ്കോററുടെ റോൾ ഏറ്റെടുത്തു. തകർപ്പൻ നീക്കത്തിനൊടുവിലായിരുന്നു സ്പെയിനിൻ്റെ 2ാം ഗോളിന് വഴിവെച്ച റൂയിസിൻ്റെ സൂപ്പർ ഫിനിഷ്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം കാളക്കൂറ്റന്മാർ വീണ്ടും ക്രൊയേഷ്യൻ പ്രതിരോധം ഭേദിച്ചു. റയൽ മാഡ്രിഡ് വെറ്ററൻ താരം ഡാനി കർവഹാലിൻ്റെ വകയായിരുന്നു സ്പാനിഷ് ടീമിൻ്റെ 3ാം ഗോൾ. ഇഞ്ചറി ടൈമിൽ ബാഴ്സ യുവതാരം ലമിൻ യമാൽ എടുത്ത ക്രോസിൽ നിന്നായിരുന്നു കർവഹാലിൻ്റെ ഗോൾ. ഡാനി കർവഹാൽ സ്പെയിനിനായി സ്കോർ ചെയ്യുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. 2ാം പകുതിയിൽ തിരിച്ചു വരാൻ ലൂക്ക മോഡ്രിച്ചും സംഘവും ശ്രമിച്ചെങ്കിലും ക്രൊയേഷ്യയുടെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടില്ല. സ്പെയിനിൻ്റെ പ്രതിരോധ നിരയെ മുൾമുനയിൽ നിർത്തുന്ന ചില നീക്കങ്ങൾ നടത്താൻ അവർക്കായി. 80-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ക്രൊയേഷ്യൻ താരം പെറ്റ്കോവിച്ചിന് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. എന്നാൽ റീബൗണ്ടിനെ തുടർന്ന് നടന്ന നീക്കങ്ങൾക്കൊടുവിൽ പെറ്റ്കോവിച്ച് പന്ത് സ്പാനിഷ് ഗോൾ പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടെങ്കിലും റഫറി ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. പന്തടക്കത്തിൽ ഉൾപ്പെടെ ക്രൊയേഷ്യ മുന്നിട്ട് നിന്നെങ്കിലും ഗോൾ മാത്രം അവരെ തേടിയെത്തിയില്ല. യൂറോ കപ്പിലെ മരണ ഗ്രൂപ്പിലെ അടുത്ത പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയാണ് സ്പെയിനിൻ്റെ എതിരാളികൾ. ക്രൊയേഷ്യയാകട്ടെ അൽബേനിയയുമായി ഏറ്റുമുട്ടും.